സന്തോഷം തോന്നുന്നു. പറയാൻ പറ്റാത്തത്രയും സന്തോഷമാണ് ഈ ഒരു ഘട്ടത്തിൽ. എല്ലാവരോടും നന്ദിയുണ്ട്. വാക്കുകൾ കിട്ടുന്നില്ല ആക്ച്വലി. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അവസരം ഞാൻ ഭരതനാട്യം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മൾ സിനിമ ചെയ്യണ സമയത്ത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവും, എല്ലാവർക്കും ഒരു മൊമെന്റോ കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. പക്ഷെ പടം റിലീസ് ആയ ദിവസം ഓഗസ്റ്റ് 30 2024 മൊത്തം തകർന്നു പോയി. ഇൻഫാക്ട് ഡിപ്രഷൻ്റെ ഒക്കെ ഒരു പീക്ക് എന്ന് പറയുന്നത്, അതായത് ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ല കേട്ടോ, മറ്റേ ഡോക്ടറെ കാണേണ്ട അവസ്ഥയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഡിപ്രസ്ഡ് ആവുക എന്ന് പറയില്ലേ, സങ്കടം വരിക, കണ്ണു നിറയുക. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴും തോമസ് തിരുവല്ല എന്ന് പറഞ്ഞ എൻ്റെ പാർട്ട്ണർ എന്ന് പറയും, ഞങ്ങൾ പാർട്ട്നേഴ്സാണ് ഈ പടത്തിൽ. തോമസ് ചേട്ടൻ ഭയങ്കര ജോളിയാണ്. പുള്ളിയുടെ ഉള്ളിൽ തീയായിരിക്കും. പക്ഷേ ഞാനും ദാസനും തോമസ് ചേട്ടനും ഒരുപാട് ദിവസങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട്, റിലീസിന് മുമ്പും റിലീസിന് ശേഷവും. പക്ഷെ അദ്ദേഹം നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് പുള്ളിയുടെ നാട്ടിലുള്ളതും ദുബായിലുള്ള കഥകളൊക്കെ പറഞ്ഞ്, കോമഡി കഥകൾ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാൻ നോക്കി അദ്ദേഹം. പക്ഷേ ഇന്ന് ഫ്രാങ്ക്ലി തോമസ് ചേട്ടൻ ഞാൻ പറയുകയാണ്, ഒരു ആശ്വാസം ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ തോമസ് ചേട്ടൻ്റെ വിഷമാകലെന്ന് ഓർത്ത് ദാസനും അതേപോലെ തന്നെ ആയിരിക്കും, ഞങ്ങളങ്ങ് ചിരിച്ചു കൊടുത്തു. വീണ്ടും ഈ സന്തോഷ വേളയിൽ നമുക്ക് നമ്മുടെ മൂന്നുപേരുടെയും സ്വകാര്യതയിൽ ആ കോമഡികളൊക്കെ ഒന്നുകൂടെ കേൾക്കണം, എന്നിട്ട് അതൊന്ന് ആസ്വദിക്കണം. എൻ്റെ സുഹൃത്ത് നിഖിൽ മേനോൻ സിംഗർ, അദ്ദേഹം ഇന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ആ സമയം നിനക്ക് ഓർമ്മയുണ്ടോ എന്തുമാത്രം വിഷമിച്ചായിരുന്നത്, അപ്പോൾ ഓർത്തായിരുന്നു ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന്. അടുത്തിടെ ദാസന്റെ ഞാൻ ദാസൻ എന്ന് പറഞ്ഞ കൃഷ്ണദാസനെയാണ് ഡയറക്ടറായിട്ട്, ദാസന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു സിനിമ പ്രാന്തലില്. ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരാളാണ് ദാസൻ. കാരണം അവൻ ലക്കിയാന്ന് ഞാൻ പറയുവാണ്, അവൻ പറഞ്ഞൊരു സാധനം ഞാൻ പറയാം. അതായത് ആദ്യത്തെ പടത്തിൽ തന്നെ പടം ഫ്ലോപ്പായാൽ ആൾക്കാരുടെ അപ്രോച്ച് എന്താണ്, ഹിറ്റായാൽ എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കി ഒറ്റ പടത്തിൽ നിന്ന്. ഇത് രണ്ടും കിട്ടിയവനാ പടത്തില്. ഭരതനാട്യം ഫ്ലോപ്പായി, പക്ഷെ പിന്നെ അതൊരു ബ്ലോക്ക് ബസ്റ്ററായി. അപ്പം ഈ അവനെ ഇങ്ങനെ ഡിസ്റ്റൻസ് വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം വന്ന് കെട്ടിപ്പിടിക്കുകയാണ്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. എനിക്ക് ആക്ച്വലി ഒറ്റപ്പടത്തിൽ ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. ഐ മീൻ ഒരു ഒറ്റപ്പടം എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റില്ല. പടം ഓടാത്ത പടം ഓടിയിട്ടില്ല, ഓടിയോടം ഓടി. പക്ഷെ ഇവന് ഭയങ്കര ലക്കിയാണ്. ഭരതനാട്യം എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ട് 2 സാധനങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് ഇവനൊരു മികച്ച സംവിധായകനാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്നുവെച്ചാൽ സിനിമകൾ കണ്ടല്ലോ, ആ രീതിയിൽ ഇവൻ മികച്ച സംവിധായകനായിരിക്കും. പക്ഷെ ഇൻഡസ്ട്രിയിൽ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത് അവനിപ്പോൾ മനസ്സിലായി കാണും. ഞാനൊക്കെ ഒരു 3-4 വർഷം സിനിമകൾ വന്നതിന് ശേഷമാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പഠിച്ചത്. പക്ഷെ ഇവന് ഉടനെ തന്നെ പഠിക്കാൻ പറ്റി. ഒരുപാട് നന്ദി. ഇവിടെ വന്ന ആൾക്കാർക്കും നമ്മുടെ പടം കണ്ട ആൾക്കാർക്കും ഇനി നമ്മുടെ പടം കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഒരുപാട് നേരം എല്ലാവരും വന്നിട്ട് ഞാൻ അതുകൊണ്ട് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നന്ദി മാത്രം ആണുള്ളത്. ഹൃദയത്തിന്റെ ആഴത്തിൽ എന്ന് പറയുന്ന നന്ദിയാണ്. ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് കാണിക്കാനൊരു പേടിയാണ്. ഇപ്പം ഇത് കാണിച്ചാൽ പിന്നെ ഇത് കണ്ണു കിട്ടുമോ അങ്ങനെയൊക്കെ പറയില്ലേ, അപ്പൊ ആ ഒരു പേടിയാണ്. എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ട്. ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ ഇത്ര വലിയ ബ്ലോക്ക് ബസ്റ്ററാണ്. 100 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ്. എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളം പടവും പേപ്പർ വ്യൂവിൽ കൊടുത്തിട്ട് ഇത്രയും സ്ട്രീമിംഗ് മിനിറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അത് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോയിലുണ്ട്, മനോരമ മാക്സിലുണ്ട്, നമ്മുടെ സിംപ്ലി സൗത്തിലുണ്ട്. 3 പ്ലാറ്റ്ഫോംസിലാണിത് തോമസ് ചേട്ടൻ ഒന്നിച്ച് കൊടുത്തത്. ഗ്രേറ്റ്നെസ്. അത് ആ ഒരു ബുദ്ധി അദ്ദേഹത്തിന്റെ. 1 മാസത്തിനുള്ളിൽ ഓഗസ്റ്റ് 30 റിലീസായി തോമസ് ചേട്ടൻ മനസ്സിലായി ഈ പരിപാടി തിയേറ്ററിൽ വർക്കൗട്ട് ആകുന്നില്ല. ഒട്ടനെ തന്നെ സെപ്റ്റംബർ 27 കൊടുത്തു കഴിഞ്ഞു. എന്നുവെച്ചാൽ ആ ഒരു ഓളം, കണ്ട ആൾക്കാർ നല്ല റിവ്യൂസ് പറഞ്ഞത്, ആ ഒരു ഓളത്തിൽ തന്നെ കൊടുത്തു. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നടക്കില്ല. വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യായിരുന്നു, ഓക്കെ ഏതെങ്കിലും ഒരു ബിസിനസ് ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് ബുദ്ധി ഉണ്ടായിരുന്നു, ഫ്യൂച്ചറിസ്റ്റിക് കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് സെപ്റ്റംബർ 27 തന്നെ വന്നു. ആ ഒരു ഓളം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആമസോൺ പ്രൈം വീഡിയോ പിന്നെ ബാക്കി മനോരമ മാക്സ് ഒക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്.
ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഞാൻ ഇപ്രാവശ്യം പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് അത് കിട്ടിത്തുടങ്ങി. അവിടെ ആണ് മനസ്സിലാകുന്നത് നമ്മുടെ ഗ്രാഫ് എങ്ങനെ പോയെന്ന്. ആക്ച്വലി ആ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്രസെൻറ്റേഷൻ കണ്ടാൽ അതിൻ്റെ അകത്തൊരു 2% പോട്ട് 1% ആൾക്കാർ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ ശരിക്കും ഞാനും തോമസേട്ടനൊക്കെ കോടീശ്വരന്മാരായനെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ദൈവം ചിലപ്പം വിചാരിച്ചിരിക്കുന്നത് അല്ല, ഇപ്പോൾ ആയിട്ടില്ല, ഇപ്പം നിങ്ങൾ തൽക്കാലം 1000-ൽ കളിച്ചാൽ മതി, കോടികളൊക്കെ കുറച്ച് ദൂരെയാണ്, പക്ഷെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഒരു പക്ഷേ ഭരതനാട്യത്തിൻ്റെ ഒരു സക്സസ് ഇപ്പോൾ OTT-ൽ കിട്ടിയ ഫിനാൻഷ്യലി ചിലപ്പം ഞങ്ങൾക്ക് തിയേറ്ററിൽ റണ്ണായിരുന്നെങ്കിൽ എത്രമാത്രം നമുക്ക് കിട്ടുമായിരുന്നു, അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഡെഫിനറ്റ്ലി എനിക്കും ആസ് പ്രൊഡ്യൂസർ തോമസേട്ടനും ആസ് റൈറ്റർ ഡയറക്ടർ കൃഷ്ണദാസിനും ഇതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സായി ചേട്ട നിങ്ങളാണ് നമ്മുടെ നെടുംതൂണ്. യു കെയിം ഇൻ ടു ദ പിക്ചർ. അവിടെ തുടങ്ങി ഭരതനാട്യത്തിൻ്റെ സക്സസ്. ഭരതനാരായിട്ട് സായി ചേട്ടൻ വന്നപ്പോൾ തൊട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ദിവ്യ നായരുടെ കാര്യമാണ്. ദിവ്യ അയ്യോ സമ്മതിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഇന്ന് 10:30 ഷൂട്ടിംഗ് ആണ്. ഞങ്ങൾ വിളിക്കുന്നത് രാവിലെ 9 മണിക്കെങ്ങാണ്ടാണ്, അതോ 8 മണിക്കോ. ഈ 2 മണിക്കൂറിനുള്ളിൽ വിളിച്ചാൽ ചിലപ്പോൾ ആരും സഹകരിക്കില്ല. വെച്ചാൽ ഇത്രയും ലാസ്റ്റ് മിനിറ്റ്, അപ്പം ആരെങ്കിലും മാറിയിട്ടായിരിക്കും ഈ ലാസ്റ്റ് മിനിറ്റ് വിളിക്കുന്നത് എന്നുള്ളത് ഒബ്വിയസ് ആണ്. ബട്ട് വിത്തൗട്ട് എനി ഈഗോ ഷീ കെയിം. ദിവ്യ വന്നു, മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഇന്നും എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ഈ ആക്ട്രസിന്റെ പേര്, ഞെട്ടിച്ചു കളഞ്ഞെന്നാണ് പറയണത്. പിന്നെ എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ഇവിടെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. അജു ഇതിൻ്റെ അകത്ത്, അജുവിൻ്റെ പേര് ഞാൻ എടുത്തു പറയാൻ കാരണം ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എടുത്തു പറയില്ലായിരുന്നു. പക്ഷേ ആസ് എ സിംഗർ അജു തെളിയിച്ചിരിക്കുകയാണ് അജുവിനൊരു സിംഗിങ്ങും പറ്റുമെന്ന്. അജു സാധാരണ ഞാൻ ഫംഗ്ഷൻസിൽ കാണുമ്പോഴത്തേക്കും അദ്ദേഹം റൈറ്റർ, ഡയറക്ടർ, ആ ടീമിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ ടീമിൻ്റെ കൂടെ ഇരിക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ട് അദ്ദേഹം മനു മഞ്ജിത്ത് എന്ന് പറഞ്ഞ ലിറിസിസ്റ്റിൻ്റെ കൂടെ, സാമുവൽ അബി എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരൊരു ടീമാണ്. ചില ഹീസ് ദ സിംഗർ ഇൻ ദിസ് മൂവി. അപ്പം അങ്ങനെ ഒരു പുതിയൊരു സിംഗറെ നമുക്ക് ഈ സിനിമയിൽ കിട്ടി. അപ്പം എന്തായാലും ഒരുപാട് നന്ദി എല്ലാവരോടും വന്നതിലും. ഇനി ബാക്കി പാർവതി പറയും. കുറേ മെമൻറ്റോസ് വിതരണം ചെയ്യാനുണ്ട്. താങ്ക് യു അമ്മേ, അനു, താങ്ക് യു. ആ ക്യാരക്ടർ പിടിച്ച് തന്നെ 2 വാക്ക് പറയാമെന്ന് വിചാരിക്കുന്നു. സത്യത്തിൽ എൻ്റെ കാലിന് വിഷമമുണ്ട് കേട്ടോ. അതിൻ്റെ പേരിലാണ് അവിടെ വന്ന് എന്ന് നിങ്ങളത് 2 വാക്ക് സംസാരിക്കാൻ കഴിയാതെ വന്നത്. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ സ്വയം പ്രാർത്ഥിക്കുകയാണ്. ഭരതനാട്യം. എൻ്റെ അടുത്ത് ദാസ് വന്നിട്ട് ഇതിൻ്റെ കഥ പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ, ഈ അയാളുടെ ഉള്ളിൽ ഒരുപാട് നാളായിട്ട് ഈ ഒരു കഥയെ ഇങ്ങനെ താലോലിച്ചു കൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയല്ലേ. അതാണ് കൃഷ്ണദാസന്റെ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ കൃഷ്ണദാസ് പറയുന്ന ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു മോഡുലേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അത് ഭയങ്കരമായിട്ട് ഉള്ളിൽ തറച്ചിട്ട് പറയില്ലേ. നമ്മൾ വെറുതെ ഒരു ക്രിയേഷന് വേണ്ടി പറയുന്നതും അത് തന്നെയായിരുന്നു ഭരതനാട്യം എന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ഓക്കെ എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡ്യൂസർ സൈജു തോമസ്. സൈജുവിന്റെ ആദ്യ ഫിലിമിൽ ഞാനും ഉണ്ടായിരുന്നു മമതയുടെ അച്ഛനായിട്ട് ഹരൻ സാറിന്റെ പടത്തിൽ. സൈജു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പടത്തിലും ഞാനുണ്ട്. അപ്പോൾ ആ കാരിയറിൽ എനിക്കും ഒരു ചെറിയൊരു ഭാഗമൊക്കെ ആയിട്ടുണ്ട്. അതിലുപരി നമ്മൾ റോസിനെ ദുബായിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളൊരു 1/2 മണിക്കൂറോളം സംസാരിച്ചു. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ OTT-യിൽ ഇങ്ങനെ കൊടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞു അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എനിവേ നമ്മുടെ ഭാഗ്യം എന്ന് പറയാം, ഇത്രയും ആൾക്കാർ കാണുകയും, അത് സൈജു പറഞ്ഞ പോലെ
തിയേറ്ററിൽ കൂടിയായിരുന്നു ഇത്രയും പ്രേക്ഷകർ കണ്ടിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഉദീച്ചു വേറെ ആയിരുന്നു തന്നെ. പക്ഷേ നമുക്ക് അടുത്തത് കിടക്കല്ലേ, അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. അപ്പം ഇതിൽ ആരെയും ഞാൻ എന്താ പറയുന്നത്, ഈ ഷൂട്ടിങ് ഒരു എന്താ പറയുക, ഈ മൊബൈലിനകത്ത് കുത്തിയിരുന്ന് നോക്കിയിരിക്കുന്ന ഒരു ശീലം ഈ ഷൂട്ടിംഗ് സ്ഥലത്തോട്ട് കണ്ടില്ല. എല്ലാവരുമായിട്ട് പരസ്പരം സംസാരിക്കുകയും, അതായത് ഞാനൊക്കെ സിനിമയിൽ വന്ന സമയത്ത് കണ്ട ഒരു അനുഭവമായിരുന്നു. ഒരു കൂട്ടായ്മ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അതിനെപ്പറ്റി സംസാരിക്കുക, അതിനെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചെറിയൊരു വീടും, അവിടുന്ന് എങ്ങോട്ടും ആർക്കും എസ്കേപ്പ് ചെയ്യാനും പറ്റില്ല, അങ്ങനെ ഒരു സ്ഥലവും. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ പ്രധാന കാരണം. സത്യം പറഞ്ഞാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു വിഷമമായിരുന്നു. ഞാൻ ദാസൻ്റെ അടുത്ത് പറഞ്ഞു, പോകാനായിട്ടൊരു വിഷമം തോന്നുന്നുണ്ട്, പക്ഷെ പോയാലും നിർത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ പോയൊരു പടമായിരുന്നു. ഒരുപാട് പ്രതീക്ഷയായിരുന്നു തിയേറ്ററിൽ എനിക്ക്. പക്ഷേ തോമസ് പറഞ്ഞ പോലെ നമ്മുടെ ആ സമയം റിലീസ് ചെയ്ത സാഹചര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിലും ഓഡിയൻസ് അതേപോലല്ല മനസ്സിലാക്കിയത്. അപ്പം അവരതിന് വേണ്ടി ചിലതൊക്കെ പ്രതികരണം ഉണ്ടായിരുന്നു. ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടും കാലാവസ്ഥയുടെ ഭാഗമായിട്ടും ഒക്കെ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ പോലും നമുക്ക് ഇന്ന് ഒരു സക്സസ്ഫുൾ ഒരു സംഭവത്തിലേക്ക് വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയില്ലേ. ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും, ഇതിൻ്റെ ടെക്നീഷ്യന്മാർ ഓരോരുത്തരും വളരെ ഗംഭീരമായി തന്നെ, നല്ല ആത്മാർത്ഥമായി കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതായത് 2 ഇരട്ടകളിരിക്കുന്നു. അവർ ഞാൻ വിചാരിച്ചു, ആദ്യം കണ്ടപ്പം ഞാൻ ആ ഒരു കൊപ്പറ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കയറി വരുന്നത്. ഇതിൽ ഏതാണ് കയറി വന്നത്? ഇതിനകത്ത് കയറി വന്നിട്ട് ഞാൻ പറയുമ്പോൾ ആരാ കൂടെ വന്നതെന്ന് നോക്കുമ്പോൾ അതപ്പുറത്ത് ആരെ നിനക്ക് ഇവിടെ നിന്ന് പറഞ്ഞു, ഓ ഇവിടെ നിന്ന് എന്തൊന്നും കിട്ടില്ലെന്ന് ഡിപ്രഷൻ അടിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചേ, ആദ്യം ഒരു പമ്പലോ ദാസ് വിളിച്ചെന്തോ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് റൂട്ട് ക്ലിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് പോയി പിന്നെ രസകരമായിരുന്നു. നല്ലൊരു കുറച്ച് ദിവസങ്ങൾ. സാമ്പത്തികം മാത്രമല്ല കേട്ടോ, അല്ലാതെ മാനസികമായി കിട്ടുന്നൊരു കലാകാരന്മാരെന്ന നിലയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ, ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറയില്ല, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ പണ്ട് നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോഴായിരുന്നു ഇതേപോലുള്ളൊരു സ്നേഹവും ചില പിണക്കങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിലും ഫസ്റ്റ് ബെല്ല് കൊടുത്തു കഴിയുമ്പോൾ എല്ലാ പിണക്കങ്ങളും മാറും. നാടകത്തിന് ഫസ്റ്റ് ബെല്ല് കൊടുക്കുന്നവരെയുള്ള പിണക്കങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബെല്ല് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പിണക്കങ്ങളും മാറും. ഒന്നിച്ച് തന്നെയാണ് യാത്ര. ആ യാത്ര കൂടെ ആരംഭിച്ച് ഇപ്പോൾ ഈ ഭരതനാട്യം എന്ന് പറയുന്ന ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനുകളിലൂടെ വന്ന് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇതിൽ അഭിനയിച്ച അല്ലെങ്കിൽ ഇനി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം. നമസ്കാരം. ഇങ്ങനെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സൈജോടൻ പറഞ്ഞ പോലെ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിരുന്നു. നമുക്ക് മൊമെൻ്റോ കൊടുക്കണം എന്നൊക്കെ പുള്ളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തിയേറ്റർ റിലീസിന് ശേഷം ഒന്നും മിണ്ടിയില്ല അതിനെക്കുറിച്ചൊന്നും. അറിയാലോ തിയേറ്റർ റിലീസ് എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല സിനിമയാണെങ്കിൽ മലയാളികൾ കൈവിടൂല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ നല്ലതല്ല അല്ലേ എന്നുള്ളത് അപ്പോഴാണ് തോന്നിയത്. അതുവരെ റിലീസിൻ്റെ തലേന്ന് ഒരു പ്രിവ്യൂ കണ്ടും അങ്ങനെ പല നമുക്ക് ബിഫോർ റിലീസിൽ സി കേരളമൊക്കെ പോയപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഓക്കെ അപ്പോൾ നല്ല പടം തന്നെയായിരിക്കും എന്നുള്ളത്. പക്ഷേ തിയേറ്ററിൽ വേറെയും പല കാര്യങ്ങളുണ്ടായിരുന്നു തിയേറ്ററിൽ വർക്കൗട്ട് ആവാതെ പോയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഓഡിയൻസ് പിടിച്ചില്ല എന്ന് തോന്നിയപ്പോഴേക്കും ഡൗട്ടായി, അപ്പോൾ ഇത് നല്ലതായിരിക്കില്ല അല്ലെങ്കിൽ മെജോറിറ്റി റിലീസ് ചെയ്യുന്നൊരു സിനിമയായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാൻ പോയത് എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ അതിൻ്റെ നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് വന്നത് OTT-യിൽ വന്നതിന് ശേഷമായിരുന്നു. OTT-യിൽ വന്നിട്ട് എന്താ സംഭവിച്ചിട്ടുള്ളതെന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് എന്താ പറയുക, അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ കേൾക്കാറുള്ള പോലെ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നമ്മൾ കൈവിടൂല എന്നുള്ളത്. അത് തിയേറ്ററിൽ തന്നെ ആവണമെന്നില്ല, ഏത് വിധനായും OTT എങ്കിലും വന്നുകൊണ്ട് തോമസേട്ടന് കുറച്ചെങ്കിലും വന്നു. അല്ലെങ്കിൽ TV പണ്ട് ആണെന്നുണ്ടെങ്കിൽ OTT ഇല്ലാത്ത കാലം TV-യിൽ മാത്രമേ ഓഡിയൻസ് കാണുള്ളൂ. അപ്പോൾ ഇവരുടെ കയ്യിലോട്ടൊന്നും വരില്ല. ഇപ്പോൾ ഇത് ഇങ്ങനെയും വന്നല്ലോ കുറച്ച്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, ഫസ്റ്റ് സിനിമയിൽ തന്നെ ഒരു സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ പറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ വളരെ ജെന്യൂനായിട്ട് നടത്തുന്നത് കേട്ടോ. അല്ലാതെ കേരള കേക്ക് മുറിയുന്നതല്ല, ജെന്യൂനായിട്ട്
നടത്തുന്നതാണ്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ തിയേറ്ററിൽ വെച്ചിട്ട് തന്നെ ഒരു കേക്ക് കട്ട് ചെയ്ത പരിപാടിയൊക്കെ അവിടെ അവസാനിപ്പിക്കായിരുന്നു. പക്ഷെ അതിനൊന്നും നിന്നില്ല, നമ്മൾ എവിടെയും പറ്റിക്കാനൊന്നുമില്ല. ഇതെല്ലാം ജനങ്ങൾ കാണുന്നത് തന്നെയാണ്. അപ്പോൾ തിയേറ്ററിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്, OTT എന്ത് സംഭവിച്ചു എന്നുള്ളതും ജനങ്ങൾ കണ്ടിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ധൈര്യമായിട്ട് ഈ പരിപാടി നടത്താം എന്നുള്ളത് നമുക്ക് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് വയ്ക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് തോമസ് ചേട്ടനും സൈജു ചേട്ടനും കാര്യമാണ്. കാരണം ഇപ്പം എൻ്റെ തന്നെ സുഹൃത്തുക്കൾ ഒരുപാട് ഫസ്റ്റ് സിനിമ ചെയ്ത് നിൽക്കുന്നവരും ചെയ്യാനായിട്ട് നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ കിട്ടുക, നമ്മൾ അങ്ങനെ ലോഞ്ച് ആവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു അനുഗ്രഹം, അങ്ങനെ കിട്ടുക എന്നുള്ളത്. എനിക്ക് തോമസ് ചേട്ടനായിട്ട് ഞാൻ കൈ കൊടുത്ത പിറ്റേന്ന് ഞാനൊരു ദിവസം രാത്രിയാണ് സൈജു ചേട്ടൻ്റെ ഓഫീസിൽ വെച്ചിട്ട് തോമസ് ചേട്ടനെ കാണുന്നതും അപ്പോഴാണ് സൈജു ചേട്ടൻ പ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറയുന്നതും. നെക്സ്റ്റ് ഡേ മോർണിംഗ്, അല്ലെങ്കിൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ നേരം വിളിക്കാൻ കാത്തിട്ടുമ്പോഴേക്കും നമ്മൾ പ്രീയിലെ വർക്കുകൾ തുടങ്ങുമായിരുന്നു. അവിടെ തുടങ്ങി ഒരു ഗ്യാപ്പ് എവിടെയില്ല. എൻ്റെ 8ാം മാസം, അത് കറക്റ്റ് 8ാം മാസം സിനിമ റിലീസാകുമായിരുന്നു. നമ്മുടെ റിലീസായി പടം തിയേറ്ററിൽ വർക്കൗട്ട് ആവുന്നില്ല, വീണുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ അടുത്ത സ്റ്റെപ്പ് വെച്ചു പുള്ളി. ഇതൊക്കെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. സിനിമയുടെ പിന്നാലെ നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഒരു നല്ലൊരു പ്രൊഡക്ഷൻ എത്തിപ്പെടാനും ഷൂട്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുക, പിന്നെ അടുത്ത കൊല്ലം ഷൂട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ പടം റിലീസാവാതിരിക്കുക, റിലീസായ പടം OTT വരാതിരിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചുറ്റും നമ്മുടെ സർക്കിളിൽ നടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. എനിക്ക് അവിടെ എവിടെയും സ്ട്രഗിൾ ചെയ്യേണ്ട വന്നില്ല. സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഇവരെ കണ്ടെത്തുന്നത് വരെ, അതെത്തുന്നത് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെ കണ്ടതിന് ശേഷം എനിക്ക് എവിടെയും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. കുറേയൊക്കെ അവരെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് അറിയാം എനിക്ക്. ഇവരൊക്കെ എങ്ങനെയാണ് ഇത് കച്ചവടമാക്കാൻ നടന്നിട്ടുള്ളത് എനിക്ക് ഞങ്ങൾ 3 പേരും തമ്മിലുള്ള സംഭാഷണം എന്ന് പറഞ്ഞത് അതിലെനിക്ക് വ്യക്തമായിട്ട് അറിയാം സൈജേട്ടൻ തോമസ് ചേട്ടനൊക്കെ എങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ വളരെ ഹാപ്പി ആയത് ഞാൻ ഈ പറഞ്ഞ പോലെ സൈജേട്ടൻ പറഞ്ഞ പോലെ മനസ്സിൽ കൊണ്ട് നടന്ന കഥ തന്നെയായിരുന്നു. ഈ ക്യാരക്ടേഴ്സ്, ഈ വീട് ലൊക്കേഷൻ കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലൊരു വീടുണ്ടായിരുന്നു എഴുതുമ്പോൾ, ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലെവിടെയും എനിക്കൊരു കോംപ്രമൈസ്ഡ് ഫീല് വന്നില്ല എവിടെ എന്നുള്ളതാണ്. മറ്റേ നമുക്ക് ചെയ്യുമ്പോൾ അയാൾ ഉദ്ദേശിച്ച് ഇയാളാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു കോംപ്രമൈസ് ഫീൽ. അവിടെ എവിടെയും നമുക്ക് ടെക്നീഷ്യൻസ് ആണെങ്കിലും, ഇപ്പോൾ DOP ആണെന്നുണ്ടെങ്കിലും മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് എവിടെയും ഒക്കെ ഒരു വിഷമം വന്നിട്ടില്ല. ആകെ നമുക്ക് ഒരു ഇത് തോന്നി, തിയേറ്റർ റിലീസ് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ ഓഡിയൻസിലോട്ട് റിയാക്ഷൻ വന്നത്, അതിൻ്റെ റിസൾട്ട് വന്നത് അങ്ങനെ അല്ലല്ലോ എന്നുള്ളത് മാത്രമാണ്. അതൊരു മാസത്തോളം ഉണ്ടായിരുന്ന ഒരു വിഷമം. ബാക്കി അത് വിട്ടിട്ടുള്ള എല്ലാ പോയിന്റും തോമസ് ചേട്ടനോട് കൈ കൊടുത്ത് ഇതൊക്കെ ഈ ഒരു പോയിന്റ് എത്തുന്നവരെല്ലാ കാര്യവും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ആർട്ടിസ്റ്റ് എല്ലാവരും, ഈവൻ ഫസ്റ്റ് പടാട് ചെയ്യുന്ന മുഴുനീള ക്യാരക്ടേഴ്സ് ആയിട്ട് ജിനിൽ മുതൽ മേലോട്ട് നിൽക്കുന്ന സായി ചേട്ടൻ്റെ വരെ എത്തണമെങ്കിൽ. ഇപ്പോൾ സായി ചേട്ടനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സോഷ്യൽ മീഡിയ ചർച്ചയിൽ നിന്ന് കുറച്ചായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചയിലോട്ട് വീണ്ടും സായി ചേട്ടൻ്റെ പേരുകൾ വരിക, ആരാന്നറിയോ എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ 2K കിഡ്സിൻ്റെ അടുത്തൊക്കെ കമന്റ് ബോക്സിൽ റിപ്ലൈ കൊടുക്കുന്നത് ഈ കാണാത്തതുകൊണ്ടാണ്. നമ്മളും പണ്ട് വേറെ കണ്ടിട്ടുള്ളതാണെന്നുള്ള സംഭവമൊക്കെ ഈ സിനിമയിലൂടെ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതിലൊക്കെ. അപ്പോൾ സായിജന്റെ വാക്കുകൾക്ക് നന്ദി, തോമസ് ചേട്ടന്, സൈജു ചേട്ടന്, എല്ലാവർക്കും നന്ദി. ഓക്കെ, വളരെ നന്ദി. എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ ആരാധിക്കുന്ന, മനസ്സുകൊണ്ട് ഗുരുതുല്യനായി കാണുന്ന സായികുമാർ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പാട്ട് പാടിയതിന് ഒരു മൊമെൻറ്റോ കിട്ടിയത് ഞാൻ അല്ലാത്തതിനായിട്ടും കൂടെ എടുക്കുന്നു. അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇപ്പം കൃഷ്ണദാസ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ 2K കിഡ്സിന്, ഈ ലെജൻസിനെയൊക്കെ ഞാൻ ഒരിക്കൽ ഓൺലൈനിൽ കണ്ട് ചിരിച്ചു മറിഞ്ഞൊരു കമൻ്റ് ഉണ്ട്. ലാലേട്ടൻ്റെ ഏറ്റവും വലിയ നല്ല പടം രാവണപ്രഭു ആണ്. ഞാനത് കണ്ട് ചിരിച്ചിട്ട്, അത് മോശം പറഞ്ഞല്ല രാവണപ്രഭുവിനെ, ബട്ട് കുറേ പേർക്ക് അറിയില്ല എന്താണ് ഇപ്പോഴത്തെ ഈ ലെജൻഡറി വർക്ക്സ് അല്ലെങ്കിൽ ലെജൻസ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു പേഴ്സണൽ മൂവ്മെൻ്റായിട്ട് ഞാൻ കാണുന്നു. കമ്മിങ് ടു ഭരതനാട്യം, അതും നമുക്കറിയാം സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. എനിക്കതിൽ ഏറ്റവും വലിയ പേഴ്സണൽ സന്തോഷം സൈജൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ. സൈജൻ്റെ ഒരു സ്വഭാവം വെച്ച് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്ത ആളായിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ ഊഹിച്ചില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ അങ്ങനത്തെ ഒരു ആംഗിൾ ഇല്ല, ഒരു ബിസിനസ്സുകാരനില്ല. പക്ഷേ ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എപ്പോഴും നല്ലത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ആക്ടറായിട്ട് നിൽക്കുമ്പോൾ ആ സുഖം മാത്രം അറിഞ്ഞാൽ പോരല്ലോ. പക്ഷെ തോമസ് ചേട്ടൻ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി കാര്യം തോമസ് ചേട്ടൻ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു സേഫ് ബെറ്റാന്നുള്ളത് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. കൃഷ്ണദാസിനെ എനിക്ക് അറിയില്ല, ബാക്കിയൊന്നും എനിക്ക് ഐ വാസ് ക്ലൂലെസ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഇതിൽ പാട്ട് പാടാൻ വിളിച്ചത്. അങ്ങനെ ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയി പാട്ട് പാടാൻ. നമുക്ക് അറിയാത്ത തൊഴിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. കാര്യം ജഡ്ജ് ചെയ്യപ്പെടത്തില്ല. ഇപ്പം അഭിനയിക്കാൻ അറിയുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ ഇപ്പം നമ്മളും നേരത്തെ പറഞ്ഞ പോലെ കലാകാരൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറിയതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ക്രിറ്റിസിസം നമ്മൾ എടുക്കണം. പാട്ടിൽ ഇപ്പോൾ ഞാൻ തെറ്റിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആരും കുറ്റം പറഞ്ഞാൽ പോടാന്നുള്ള ആറ്റിറ്റ്യൂഡ് എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പാട്ടുകൾ പാടുക എന്നുള്ളത് എനിക്ക് ഷാൻ റഹ്മാനുള്ളൊരു പ്രതികാരമാണ്, ഇന്ന് വരെ ചാൻസ് തരാത്തതിന്. അതുകൊണ്ട് എന്നെ പാട്ട് പാടിച്ച ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വലിയ മനുഷ്യനെ നമുക്കറിയാം, വെരി ഗ്രേറ്റ് മ്യൂസിഷ്യൻ. അത് കഴിഞ്ഞിട്ട് എന്നെ പാട്ട് പാടിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. സാമുവിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതിനുകൊണ്ട് ശബരീഷിനെയും കൂടെ ഞാൻ നിർത്തിച്ചു. പിന്നെ ഇന്നിപ്പോൾ ഈ ഫംഗ്ഷനിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ സിംഗറായിട്ട് ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ട് ഒരേ ഒരാളായിട്ട് ഞാൻ നിൽക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. സാമുവിനും മനുഷ്യനും ഉണ്ട്. പിന്നെന്താ പറയുക, ഓൺലൈനിൽ OTT ഈ സിനിമ റിലീസായി കഴിഞ്ഞു, അതൊരു ഹ്യൂജാണ്. കാര്യം പഴയ പോലെ ഞാൻ ഓൺലൈനിൽ അങ്ങനെ ശ്രദ്ധ കൊടുക്കാറില്ല, പക്ഷേ ഭരതനാട്യത്തിൻ്റെ തിരമാലകൾ ശരിക്കും നമ്മുടെ ഫീഡിൽ വാട്സപ്പിൽ ഒക്കെ എത്തി. അത് സത്യസന്ധമായിട്ട് ഒരു സിനിമ വർക്കാകുമ്പോഴേ ഉള്ളൂ. എന്നിട്ടാണ് ഞാൻ കാണാൻ പോയത്. കണ്ടത് എനിക്ക് തോന്നുന്നു സൈചാരനെ വിളിക്കുന്നതിന് മുന്നേ 2-3 പേരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. രാവിലെയാണ് സൈചാരനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സൈചാരനെ വിളിക്കുന്നത്. ഞാൻ സൈചാരനോട് പറയായിരുന്നു, എത്ര എളുപ്പത്തില്ല പൂച്ച ചത്തോതൊക്കെ ഉള്ള സീനും. അതുപോലെ തന്നെ വളരെ ഇന്ന് ആണുങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരുപാട് ഓടുന്ന ഒരു സീനാണ് അദ്ദേഹം തെങ്ങുംതോപ്പിൽ എന്ന് പറഞ്ഞ സീൻ അല്ലേ. ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് പലർക്കും എത്തുന്നൊരു സ്റ്റേറ്റസാണ് അത്. കാലഘട്ടത്തിൻ്റെ ഒരു സ്റ്റേറ്റസോ സിംബലോ ഒക്കെ ആയി മാറും വാക്കുകൾ. അതുപോലെ മൊത്തം അതിൽ എടുത്തു പറയേണ്ട വേറൊരു ആക്ടർ സൈചേട്ടൻ പോലെ ദിവ്യ എന്ന് പറഞ്ഞ ആക്ടർ. ഭീമൻ്റെ വഴിയിൽ ഞാൻ താങ്കളെ കണ്ടത്, അമേസിങ് പെർഫോമൻസ്. ശ്രുതി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ശ്രുതി ശ്രുതി എനിക്ക് പടം ഹിറ്റാണ് ആക്ച്വലി, ഇറ്റ് ഈസ് നൈസ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും, അതായിരുന്നു അതിൻ്റെ സർപ്രൈസ് പാക്കേജ്. thoroughly എൻജോയ് ചെയ്തു. ശ്രീജേച്ചി ഞാൻ തീർച്ചയായിട്ടും ഇപ്പം പേഴ്സണലി അറിയാവുന്ന ആളാണ്, ഓർക്കുന്നു. എല്ലാം കൊണ്ടും ഭരതനാട്യം എനിക്ക് പേഴ്സണലി ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഗ്രേറ്റ് വാച്ചായിരുന്നു. ഞാൻ ഭയങ്കര പ്രൗഡാണ്, സന്തോഷിക്കുന്നു ഇതിൽ എന്നെ ഭാഗമാക്കിയത്. അതിൽ തോമസ് ചേട്ടനോടും സൈചേട്ടനോടും നന്ദി പറയുന്നു. ടു ദ മ്യൂസിക് ഡയറക്ടർ ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് പേഴ്സണൽ ഗിഫ്റ്റ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതെന്നും എനിക്ക് വാല്യുബിൾ ആണ്. ഈ മൊമെൻറ്റോയും വാല്യുബിൾ ആണ്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഞാൻ പാട്ട് പാടാനല്ലല്ലോ, അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഞാൻ പൊതുവേദികളിൽ അത് പാടാത്തത് കൊണ്ടാണ് ആ പാട്ടുകൾ നന്നായി കിട്ടും. നെക്സ്റ്റ്ലി ഇൻവൈറ്റിംഗ് ശ്രുതി സുരേഷ് സ്റ്റേജിലേക്ക് നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. വളരെ സന്തോഷപൂർവ്വം തന്നെ ഈ ഒരു മെമൻറ്റോ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ്ലി ഇൻവൈറ്റിംഗ് മിസ്റ്റർ നന്ദു പൊതുവാൾ സ്റ്റേജിലേക്ക് വളരെ സ്നേഹപൂർവ്വം തന്നെ ഈ ഒരു മെമൻറ്റോ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് തന്നെ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എൻ്റെ അതോടൊപ്പം തന്നെ സ്വാതിദാസ് പ്രഭു, അദ്ദേഹം ഈ ലൊക്കേഷനിൽ എത്തിയിട്ടില്ല. നെക്സ്റ്റ്ലി ഇൻവൈറ്റിംഗ് മിസ്റ്റർ ജിനിൻ റെക്സ ആൻഡ് ജിനിൻ റെക്സ. നല്ലൊരു കൈയ്യടി കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒരു സ്പെഷ്യൽ ക്ലാപ്പ്. ഓക്കെ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു 2 വാക്ക് സംസാരിച്ചാലോ? ആദ്യം അവിടെ സംസാരിക്കണം. നമുക്ക് ഓടി ആരെ കൊണ്ട് ആദ്യം സംസാരിപ്പിക്കണം? ഇവിടെ ആക്ച്വലി ഐഡന്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? ഇവിടെ ചോദിക്കാം. ഓക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലി കൂടെ വൈബായിരുന്നു. ഇങ്ങനെ
കൊല്ലത്ത് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഇതേപോലെ നല്ലൊരു സെറ്റ് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിന്നാറിന് രക്ഷപ്പെട്ട് അവനോട് നല്ലൊരു എക്സ്പീരിയൻസ്. ഞങ്ങൾ ആദ്യമായിട്ട് രക്ഷകടലിൽ കയറുന്നതാണ് ഈ ദാസേട്ടൻ വിളിച്ച് ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു കുടുംബ ചലച്ചിത്രത്തിൽ പങ്കെടുക്കാൻ നല്ല സന്തോഷം. താങ്ക് യു. Okay, thank you so much. And nextly inviting Akshara A. Nair to receive the memento. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുത്ത് തന്നെ അക്ഷരയെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഒരു സ്പെഷ്യൽ ക്ലാപ്പ് കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. And nextly inviting Arnav Vineet സ്റ്റേജിലേക്ക് വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. നല്ലൊരു ക്ലാപ്പ്. അവിടെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാപ്പ് കൊടുക്കാം കേട്ടോ. ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാപ്പ് കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്ലി ഇൻവൈറ്റിംഗ് സോഹൻ സീനുല സ്റ്റേജിലേക്ക് വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻവൈറ്റിംഗ് മിസ്റ്റർ മണികണ്ഠൻ പട്ടാമ്പി സ്റ്റേജിലേക്ക് വളരെ സന്തോഷപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മിസ്റ്റർ അഭിരാം രാധാകൃഷ്ണൻ എത്തിച്ചേർന്നിട്ടില്ല. നെക്സ്റ്റ്ലി ഇൻവൈറ്റിംഗ് മിസ്റ്റർ സലീം ഹസൻ സ്റ്റേജിലേക്ക് വളരെ സ്നേഹപൂർവ്വം നല്ലൊരു കൈയ്യടി നല്ലൊരു ക്ലാപ്പ് കൊടുത്താണ് ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ്ലി ഇൻവൈറ്റ് വേണ്ടിയിട്ടുള്ള ടൈമാണ്. ആക്ടേഴ്സിനുള്ളൊരു മെമെന്റോസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. സോ ഫസ്റ്റ്ലി വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു മിസ്റ്റർ സായികുമാർ ടു റിസീവ് ദ മെമെന്റോ. ആൻഡ് ഈ ഒരു മെമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് മിസ്റ്റർ സൈജു റൂട്ട് ആൻഡ് മിസ്റ്റർ തോമസ് തിരുവല്ല വളരെ സ്നേഹപൂർവ്വം തന്നെ രണ്ടുപേരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. സോ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ചായിരിക്കും അദ്ദേഹത്തിന് ഒരു മെമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു കൈ കൊടുക്കണം, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ. And it's inviting Mr. Saiju to receive the memento and inviting Mr. വമ്പന്മാരായി വലിയ കൊമ്പത്തേറി നാട്ടിൽ കണ്ടും കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ. ഇക്കളി നാളെ കയ്യിൽ നിന്നും തെറിക്കുമോ, കാണ കപ്പലിലേറി മാനം ദൂരെ ഒടുങ്ങുമോ. ഇന്നിതുവരെയും കെട്ടിപ്പൊക്കും സകലതും പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു പൊടിഞ്ഞു തകരുമേ. വമ്പന്മാരായി വലിയ കൊമ്പത്തേറി നാട്ടിൽ കണ്ടു കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താട്ടി കൂട്ടിലൊതുങ്ങിയോ. പമഗസ നിര പമഗസ കഠിന കഥ ഇതിൽ നാവായ നാവിലെ ചോദ്യങ്ങൾ മാരക പാമ്പാവും പോലെ ഒളിച്ചു മറച്ചത് എങ്ങാനും നാളെ പാട്ടായി തീർന്നാൽ തീർന്നു. കാറ്റേ നീണ്ടല്ലെന്നും കേട്ടാലും മിണ്ടല്ലെന്നും എന്തേലും കണ്ടാൽ തന്നെ ചുറ്റാതെ പോണേ. മച്ചിന്മേലൊച്ചപ്പാട് വെപ്രാളത്തത്രപ്പാട് കണ്ണൊന്നു ചീമാൻ പോലും
മര്യാദ ബമ്പന്മാരായ വലിയ കൊമ്പത്തേറി നാട്ടിൽ കണ്ടും കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ ഇക്കളി നാളെ കയ്യിൽ നിന്നും തെറിക്കുമോ കണ കപ്പലെറി മനം ദൂരെ ഒടുങ്ങുമോ ഇന്നിതുവരെയും കെട്ടിപ്പൊക്കും സകലതും പടയിടിഞ്ഞു പൊളിഞ്ഞു പൊടിഞ്ഞു തകരുമേ വലിയ കൊമ്പത്തേറി നാട്ടിൽ കണ്ടും കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ. താങ്ക് യു.